സുഹൃത്തുക്കളെ, തായ്വാൻ കടലെടുക്കൽ ഒരു തെറ്റായ നീക്കം സംഭവിച്ചാൽ അത് ചൈനയും തായ്വാനും തമ്മിലുള്ള യുദ്ധം മാത്രമാകില്ല. അമേരിക്ക, ജപ്പാൻ, ലോക സമ്പദ് വ്യവസ്ഥ എല്ലാം ഒരുമിച്ച് കുലുങ്ങും. ലോക സമ്പദ് വ്യവസ്ഥയും ആഗോള സുരക്ഷയും ഒറ്റയടിക്ക് തകിടം മറിക്കാൻ പോകുന്ന ഏറ്റവും അപകടകരമായ മേഖല ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണ്: തായ്വാൻ കടലെടുക്ക്. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ചൈന തായ്വാനെ സ്വന്തം ഭൂഭാഗമായിട്ടാണ് കാണുന്നത്. എന്നാൽ തായ്വാൻ അത് അംഗീകരിക്കുന്നില്ല. അമേരിക്ക തായ്വാനെ ഔദ്യോഗികമായി ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അവർക്കാവശ്യമായ മാരകായുധങ്ങളും രാഷ്ട്രീയ പിന്തുണയും നൽകുന്നുണ്ട്. ഈ സംഘർഷത്തിൻ്റെ നടുവിലാണ് ജപ്പാൻ നിൽക്കുന്നത്. കാരണം തായ്വാൻ വിഷയം ചൈനയും തായ്വാനും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, അത് ചൈന, അമേരിക്ക, ജപ്പാൻ എന്നീ മൂന്ന് വൻ ശക്തികളുടെ നേരിട്ടുള്ള സുരക്ഷാ സമവാക്യമാണ്. ഇപ്പോൾ അമേരിക്ക ജപ്പാനിലെ ഒക്കിനാവയിലുള്ള കദീന എയർബേസിലേക്ക് തങ്ങളുടെ അത്യാധുനിക F-15EX ഈഗിൾ 2 യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുകയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് ഫൈറ്റർ അല്ലാന്നുണ്ടെങ്കിലും ഇതിനെ പ്രതിരോധ രംഗത്ത് വിളിക്കുന്നത് ഒരു വലിയ മിസൈൽ ട്രക്ക് എന്നാണ്. അതായത് ഭീമാകാരനായ ആയുധഭാരം വഹിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താനും ആകാശത്ത് പൂർണ്ണ മേധാവിത്വം സ്ഥാപിക്കാനും കഴിയുന്ന അതിശക്തമായ പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. F-35 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ ധാരാളമായിട്ട് കയ്യിലുള്ളപ്പോൾ അമേരിക്കയ്ക്ക് വീണ്ടും ഈ F-15EX എന്തിനാണ്? ഉത്തരം ലളിതമാണ്. F-35 ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ആദ്യം തുളച്ചു കയറുന്ന ഒരു സൈലൻറ്റ് ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ F-15EX പിന്നിൽ നിന്ന് വൻതോതിൽ മിസൈലുകൾ വർഷിക്കുന്ന ഒരു ഹെവി ഹിറ്ററാണ്. ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ ശൃംഖല തകർക്കാൻ ആദ്യം F-35 ഉപയോഗിക്കാം. അതിനുശേഷം ശത്രുവിൻ്റെ മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാനായിട്ട് F-15EX പോലെയുള്ള വിമാനങ്ങളുടെ വൻ ഫയർ പവർ തന്നെ വേണം. അമേരിക്കയുടെ ഈ നീക്കത്തിൻ്റെ യഥാർത്ഥ സന്ദേശം സാങ്കേതികമല്ല, രാഷ്ട്രീയമാണ്. കദീന എയർബേസ് തായ്വാനോട് ഏറ്റവും അടുത്തുള്ള അമേരിക്കൻ താവളമാണ്. ഗുവാമിൽ നിന്ന് തായ്വാനിലേക്ക് ദൂരം കൂടുതലാണ്. എന്നാൽ ഒക്കിനാവയിൽ നിന്ന് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തായ്വാൻ യുദ്ധമേഖലയിലേക്ക് നിമിഷ നേരം കൊണ്ട് പറന്നെത്താം. അതുകൊണ്ട് കദീനയിൽ F-15EX വിമാനങ്ങൾ എത്തിച്ച് ചൈനയ്ക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ദൂരെ മാറി നിന്ന് കളി കാണുന്നില്ല, കളിസ്ഥലത്തിൻ്റെ നടുവിൽ തന്നെയുണ്ട്. ഇതിനർത്ഥം നാളെ തന്നെ യുദ്ധം തുടങ്ങുമെന്നല്ല. ഇത് യുദ്ധം വരാതെ തടയാനുള്ള ഒരു പ്രതിരോധ സന്ദേശമായിട്ട് വേണമെങ്കിലും നമുക്ക് കരുതാം. ഇനി നമുക്ക് ചൈന എന്താണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ചൈനയുടെ യുദ്ധരീതി നേരിട്ടുള്ള അധിനിവേശമല്ല. ആദ്യം മാനസികമായ സമ്മർദ്ദം ചെലുത്തുക, സൈബർ ആക്രമണങ്ങൾ നടത്തുക, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക, കോസ്റ്റ് ഗാർഡ് കപ്പലുകളെ ഉപയോഗിച്ച് കടുത്ത സമ്മർദ്ദം ദിവസേന സൃഷ്ടിക്കുക. ഇതിനെയാണ് ഗ്രേ സോൺ വാർഫെയർ എന്ന് വിളിക്കുന്നത്. ചൈന തായ്വാൻ്റെ കിഴക്കൻ കടലിൽ തങ്ങളുടെ കോസ്റ്റ് ഗാർഡ് പട്രോളിംഗ് ശക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കിഴക്കൻ കടൽ ഭാഗം തായ്വാന് വളരെ നിർണായകമാണ്. കാരണം പടിഞ്ഞാറ് നിന്ന് ചൈന എത്രയൊക്കെ സമ്മർദ്ദമുണ്ടാക്കിയാലും കിഴക്കൻ കടൽ തുറന്നു കിടന്നാൽ തായ്വാൻ അമേരിക്കയുമായും ജപ്പാനുമായും ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചൈന ഇപ്പോൾ ആ കിഴക്കൻ കടലിലും സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചൈന തായ്വാനെ ആക്രമിക്കുമോ? ഇതിന് ലളിതമായ ഒരു അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരമില്ല. ചൈനയുടെ ലക്ഷ്യം തായ്വാനെ ബീജിങ്ങിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുക എന്നതാണ്. പക്ഷേ അതിനായിട്ട് അവർ ആദ്യം ആഗ്രഹിക്കുന്നത് ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമല്ല, മറിച്ച് രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക സമ്മർദ്ദങ്ങൾ വഴി തായ്വാനെ തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ്. എങ്കിലും ഒരു യുദ്ധസാധ്യതയും ഇവിടെ തള്ളിക്കളയാനായിട്ടാവില്ല. ചൈനീസ് സൈന്യം ഇതിനായിട്ടുള്ള ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും 5 സാധ്യതകളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ഗ്രേ സോൺ സമ്മർദ്ദം. ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളും വഴി തായ്വാൻ്റെ മനോവീര്യം തളർത്തുക. രണ്ടാമതായിട്ട് ഭാഗികമായ ഉപരോധം. തായ്വാനിലേക്കുള്ള കപ്പൽ ചാലുകളും വ്യോമപാതകളും തടസ്സപ്പെടുത്തുക. മൂന്നാമതായിട്ട് തന്ത്രപ്രധാനമായ ആക്രമണങ്ങൾ. അതായത് റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ പരിമിതമായ മിസൈൽ ആക്രമണം നടത്തി രാഷ്ട്രീയമായിട്ട് തായ്വാനെ ഞെട്ടിക്കുക. നാലാമതായിട്ട് ചെറിയ ചെറിയ ദ്വീപുകൾ പിടിച്ചെടുക്കുക. തായ്വാൻ്റെ നിയന്ത്രണത്തിലുള്ള കിൻമെൻ, മാൽസു പോലെയുള്ള ചെറിയ ദ്വീപുകൾ പിടിച്ച് ചൈനയിൽ വലിയ വിജയമായിട്ട് അവതരിപ്പിക്കാം. അഞ്ചാമതായിട്ട് പൂർണ്ണമായ അധിനിവേശം, അതായത് ഇൻവേഷൻ. കടൽ കടന്ന് ചെന്ന് ലക്ഷക്കണക്കിന് സൈനികരെ ഇറക്കി തായ്വാൻ്റെ നഗരങ്ങളിലും മലനിരകളിലും യുദ്ധം ചെയ്ത് വിജയിക്കുക. ഇത് ചൈനയ്ക്ക് അതീവ ദുഷ്കരമാണ്.
അതിനാലാണ് തായ്വാൻ ഇപ്പോൾ തങ്ങളുടെ പ്രതിരോധ തന്ത്രം മാറ്റുന്നത്. ചൈനയെ നേരിട്ട് അനുകരിക്കാതെ അവർ അസിമെട്രിക് ഡിഫൻസ് രീതിയിലേക്ക് മാറുകയാണ്. അതായത് വില കുറഞ്ഞതും എളുപ്പത്തിൽ ഒളിപ്പിച്ച് വയ്ക്കാവുന്നതുമായ ആൻറ്റിഷിപ്പ് മിസൈലുകൾ, ഡ്രോണുകൾ, കടൽ മൈനുകൾ എന്നിവ ഉപയോഗിച്ച് തായ്വാൻ കടലിടുക്കിനെ ചൈനീസ് കപ്പലുകളുടെ ഒരു മരണക്കെണിയാക്കി മാറ്റാനായിട്ടാണ് തായ്വാൻ ശ്രമിക്കുന്നത്. ലക്ഷ്യം അധിനിവേശം ചൈനയ്ക്ക് താങ്ങാൻ കഴിയാത്തത്ര വലിയ നഷ്ടമാക്കി മാറ്റുക എന്നതാണ്. ഇവിടെയാണ് അമേരിക്കൻ നിർമ്മിത അബ്രാംസ് ടാങ്കുകളുടെ പ്രസക്തി. സമ്പൂർണ്ണമായും കടലിനാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് രാജ്യത്തിന് എന്തിനാണ് ഇത്രയും വലിയ ഹെവി ടാങ്കുകൾ? ടാങ്കുകൾക്ക് കടലിൽ വെച്ച് ചൈനയെ തടയാൻ കഴിയില്ലല്ലോ. പക്ഷേ ചൈനീസ് സൈന്യം തായ്വാൻ്റെ ഏതെങ്കിലും തീരത്തോ വിമാനത്താവളത്തിലോ വന്നിറങ്ങിയാൽ അവരെ ഉടനടി തകർത്ത് തരിപ്പണമാക്കാനായിട്ട് തായ്വാന് ശക്തമായ ഒരു കൗണ്ടർ അറ്റാക്ക് ഫോഴ്സ് വേണം. അതിനാണ് അബ്രാംസ് ടാങ്കുകൾ. അവിടുത്തെ താവോയുവാൻ നഗരത്തിൽ തായ്വാൻ അബ്രാംസ് ടാങ്കുകൾ ഉപയോഗിച്ച് യുദ്ധപരിശീലനം നടത്തിയത് യാദൃശികമല്ല. തായ്വാൻ്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഒരു അധിനിവേശമുണ്ടായാൽ വിമാനത്താവളങ്ങളും പ്രധാന ഹൈവേകളുമാണ് ശത്രുവിൻ്റെ ആദ്യ ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് അബ്രാംസ് ടാങ്കുകൾ അവിടെ വിന്യസിച്ചുകൊണ്ട് ബീജിങ്ങിന് തായ്വാൻ നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങളിവിടെ ഇറങ്ങിയാൽ പിന്നെ ജീവനോടെ തിരിച്ചു പോകില്ല. പക്ഷേ തായ്വാൻ ഒറ്റയ്ക്ക് ചൈനയെ തടയാൻ പ്രായോഗികമായിട്ട് അതീവ കഠിനമാണ്. യഥാർത്ഥ പ്രതിരോധം, തായ്വാൻ്റെ സ്വന്തം പ്രതിരോധം, അമേരിക്കയുടെ സൈനിക പിന്തുണ, ജപ്പാൻ്റെ പങ്ക് എന്നിവയിൽ നിന്നാണ് വരേണ്ടത്. ഇവിടെ ജപ്പാനാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ. തായ്വാനിൽ ഒരു യുദ്ധമുണ്ടായാൽ ജപ്പാൻ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഒക്കിനാവയിലെ അമേരിക്കൻ ബേസുകളും കദീന എയർബേസും ഉപയോഗിക്കാതെ അമേരിക്കയ്ക്ക് തായ്വാനെ വേഗത്തിൽ സംരക്ഷിക്കാൻ കഴിയില്ല. ഇനി ചൈന ജപ്പാനിലെ US താവളങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയാൽ അത് ജപ്പാൻ്റെ മണ്ണിൽ നടക്കുന്ന ആക്രമണമായിട്ട് കണക്കാക്കപ്പെടും. അങ്ങനെ വന്നാൽ US ജപ്പാൻ പ്രതിരോധ സഖ്യം ഉണർന്ന് പ്രവർത്തിക്കും. ഇതാണ് ചൈന നേരിടുന്ന ഏറ്റവും വലിയ ആശയക്കുഴപ്പം. അമേരിക്കയുടെ ഇടപെടൽ തടയണമെങ്കിൽ ചൈനയ്ക്ക് ജപ്പാനിലെ US താവളങ്ങളെ ആക്രമിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ ചെയ്താൽ ജപ്പാൻ നേരിട്ട് യുദ്ധത്തിലേക്ക് വരും. അപ്പോൾ അത് തായ്വാനിൽ മാത്രം ഒതുങ്ങാതെ ജപ്പാൻ, അമേരിക്ക, ഫിലിപ്പീൻസ് എന്നിവരടങ്ങുന്ന ഒരു പ്രാദേശിക യുദ്ധമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചാലും അത് യഥാർത്ഥ വിജയമായിരിക്കില്ല. തായ്വാൻ തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയോടെയാകും അവശേഷിക്കുക. അമേരിക്കയ്ക്ക് ഭീകരമായ സൈനിക മനുഷ്യ നഷ്ടങ്ങളുണ്ടാവും. ചൈന പരാജയപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ആഗോള സമ്പദ് വ്യവസ്ഥ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തും. ഇതിൻ്റെ ആഗോള ആഘാതം നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ ഒരുപാട് വലുതാണ്. തായ്വാൻ ലോകത്തിൻ്റെ സെമി കണ്ടക്ടർ ഹൃദയമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പുകൾ, മിസൈലുകൾ, ഇതെല്ലാം തായ്വാനിലെ ചിപ്പ് നിർമ്മാണത്തെയാണ് ആശ്രയിക്കുന്നത്. തായ്വാൻ കടലിടുക്ക് അടഞ്ഞാൽ അത് ലോക വ്യാവസായിക മേഖലയുടെ ഹൃദയാഘാതമായിരിക്കും. എണ്ണവില കുതിച്ചുയരും, ഓഹരി വിപണികൾ ഇടിയും, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമമുണ്ടാവും. ഇന്ത്യക്കും ഇതിൻ്റെ ആഘാതം നേരിടേണ്ടി വരും. ഇന്ത്യ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് എങ്കിലും സെമി കണ്ടക്ടർ ഇറക്കുമതി, രൂപയുടെ മൂല്യം, എണ്ണവില, ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ട്, ഇതെല്ലാം ഇന്ത്യയെ ബാധിക്കും. ഈ പ്രതിസന്ധി മുതലാക്കി പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു ശ്രദ്ധ തിരിക്കൽ നടത്താനായിട്ട് ചൈന പാകിസ്ഥാൻ സഖ്യം ശ്രമിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥ വിലയിരുത്തൽ എന്താണ്? ഒരു പൂർണ്ണ സൈനിക അധിനിവേശം ഉടൻ നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഒരു ദിവസം ചൈന തായ്വാനെ ആക്രമിച്ചിരിക്കും. ഗ്രേ സോൺ ആക്രമണങ്ങൾ, ഉപരോധ ശ്രമങ്ങൾ, അല്ലെങ്കിൽ ഒരു അവിചാരിതമായി ഉണ്ടാകുന്ന ചെറിയ സംഘർഷം എന്നിവ മണിക്കൂറുകൾക്കുള്ളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണമായേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: ഒരു ദിവസം, ഇന്നല്ലെങ്കിൽ നാളെ, ചൈന തായ്വാനെ ആക്രമിക്കും. അത് വലിയൊരു ദുരന്തത്തിൽ പോയി കലാശിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ചൈനയുടെ ലക്ഷ്യം തായ്വാനെ ഭയപ്പെടുത്തുക, തായ്വാൻ്റെ ലക്ഷ്യം ചൈനയ്ക്ക് അസഹ്യമായ നഷ്ടമുണ്ടാക്കുക, അമേരിക്കയുടെ ലക്ഷ്യം പ്രതിരോധ ശക്തി നിലനിർത്തുക, ജപ്പാൻ്റെ ലക്ഷ്യം സ്വന്തം നിലനിൽപ്പ് സംരക്ഷിക്കുക എന്നതാണ്. F-15EX കദീനയിൽ എത്തുന്നതും അബ്രാംസ് ടാങ്കുകൾ തവോയുവാനിൽ ഇറങ്ങുന്നതും ചൈനീസ് കോസ്റ്റ് ഗാർഡ് നീക്കങ്ങളും ഒത്തുചേരുമ്പോൾ രൂപപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ഭൗമരാഷ്ട്രീയ ചെസ് കളിയാണ്. തായ്വാൻ പ്രതിസന്ധി വെറും ഒരു ദ്വീപിന് വേണ്ടിയുള്ള തർക്കമല്ല, അത് 21ാം നൂറ്റാണ്ടിലെ ആഗോളക്രമത്തിൻ്റെ പരീക്ഷണമാണ്. ഒരു വൻശക്തിക്ക് ബലം പ്രയോഗിച്ച് മറ്റൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കാൻ കഴിയുമോ? അമേരിക്കയ്ക്ക് ഇൻഡോ പസഫിക് മേഖലയിലുള്ള വിശ്വാസ്യത നിലനിർത്താൻ സാധിക്കുമോ?
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുന്ന ഒരു ദിവസം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ അങ്ങനെ ഒരു ദിവസം വന്നാൽ അത് ലോകത്തിൻ്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുന്ന ഒന്നായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രതിരോധ രംഗത്തെ വാർത്തകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വാർത്തയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.